അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബുലൂഗുൽ മറാമിലെ കിതാബുൽ ജാമിഇൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ബാബു തർഹീബി ബിൻ മസാവിൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ഹദീസുകളെ ആണ് നമ്മൾ വായിക്കുന്നത്. അടുത്ത ഹദീസ് وعن قطبة بن مالك رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول اللهم جنبني منكرات الأخلاق والأعمال والأهواء والأدواء. أخرجه الترمذي وصححه الحاكم واللفظ له. ഈ ഹദീസ് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ ചോദിക്കുന്ന, അതിൽ നിന്നും തന്നെ അകറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു ഹദീസാണിത്. ഇത് ഒരേ സമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ഫായിദകളുള്ള ഒരു ഹദീസാണ്. അതോടൊപ്പം തന്നെ ഒരു ദുആയുമാണ്. ഈ ദുആ പരമാവധി നമ്മൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കി ഹിഫ്ളാക്കണം, മനഃപ്പാഠമാക്കണം. ഇന്ന് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു ദുആയാണിത്. ഇത് നമ്മൾ പരമാവധി പഠിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളെല്ലാം എടുത്തു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കുന്നത് അത് ജാമിഅ പ്രാർത്ഥനകളായിരിക്കും. കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പ്രാർത്ഥനകളായിരിക്കും. നമ്മൾ നമ്മുടേതായ ഭാഷയിൽ ചോദിക്കുമ്പോൾ ഒരുപാട് നിലക്ക് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ള ദുആയിൽ തട്ടിച്ചു നോക്കിയാൽ അതിൽ ഒരു വരി ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഒരു വരിയിൽ ഒതുങ്ങുന്ന രൂപത്തിൽ ഷാമിലായി പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന രൂപത്തിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുള്ള പ്രാർത്ഥനകൾ. അതുകൊണ്ട് എപ്പോഴും ഖുർആനിൽ വന്ന പ്രാർത്ഥനകളും ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകളും നമ്മൾ പഠിക്കാൻ പരമാവധി ശ്രമിക്കണം. നമ്മൾ സ്വന്തമായി നമുക്ക് ചോദിക്കാവുന്നതാണ്. മലയാളത്തിൽ നമുക്കറിയുന്ന ഭാഷയിൽ റബ്ബിനോട് നമുക്ക് ചോദിക്കാവുന്നതാണ്. പക്ഷേ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകൾ എടുത്തു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിപ്പിച്ചുകൊണ്ട് നമുക്ക് ശരിക്കും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളായിരിക്കും. അതുകൊണ്ടത് പഠിക്കാനുള്ളൊരു ശ്രമം അത്തരം ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് നമ്മൾ ശ്രമം നടത്തേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഈ ഹദീസിൽ സഹാബിയായ ഖുത്ബത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ചെയ്യുന്നതിനാണ് ഇപ്രകാരം പറയുക. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി പറയാറുണ്ടായിരുന്നു. എന്താണ് പറയാറുണ്ടായിരുന്ന ആ ദുആ? അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാൽ വൽ അഹ്വാ വൽ അദ്വാ. 4 കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ, നമ്മളെല്ലാ പ്രാർത്ഥനയിലും കാണുന്ന ഒരു വാക്കാണ് അല്ലാഹുമ്മ എന്നുള്ളത്. ഇതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാഹ് എന്നാണ് അതിൻ്റെ അർത്ഥം. യാ അല്ലാഹ്, അല്ലാഹുവേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഈ തുടക്കത്തിലുള്ള യാ അത് കളയുകയും ധാരാളമായി ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരാളെ വിളിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്കാണ് യാ. ഹർഫുൻ നിദാ എന്നാണ് പറയുക. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കാനാണ് യാ അല്ലാഹ് എന്ന് പറയുന്നത്. നമ്മളാണെങ്കിൽ എപ്പോഴും അല്ലാഹുവിനെ വിളിക്കേണ്ടവരാണ്. അപ്പോൾ ധാരാളമായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അതിൻ്റെ ആ യാ അവിടെ കളയുകയും അതിനു പകരമായാണ് മീമിനെ കൊണ്ടുവരികയും ചെയ്തത്. മീം എന്നുള്ള അക്ഷരം, അള്ളാഹുവിൻ്റെ ശേഷം മീം എന്നുള്ള അക്ഷരം വെച്ചു കൊടുക്കുകയും ഉണ്ടായി. ആ മീമിനൊരു പ്രത്യേകതയുണ്ട്.
മീം എന്ന അക്ഷരം പറയുന്നത് പോലെ തന്നെ നമ്മൾ ചുണ്ടുകൾ ചേർത്ത് വെച്ചാണ് നമ്മൾ മീം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഖൽബ് കൂടി, ദുആ ചെയ്യുന്നവന്റെ ഖൽബ് കൂടി അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. നമ്മൾ ചുണ്ടും ഖൽബും ഒരുമിച്ച് കൊണ്ടുള്ള തേട്ടമായിരിക്കണം നമ്മൾ അല്ലാഹുമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ മീമിന് അവസാനത്തിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. ആദ്യത്തിൽ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തന്നെ ആരംഭിക്കുന്ന ആ ഒരു ബറക്കത്ത് കൂടി കിട്ടാനാണ് അങ്ങനെ ചെയ്തത് എന്നും ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ എന്നാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ് എന്ന് ആവർത്തിച്ച് വിളിക്കുന്നതിനേക്കാളും സുന്നത്തുകളിൽ വന്നിട്ടുള്ളത് അല്ലാഹുമ്മ എന്ന പ്രയോഗമാണ്. അതുകൊണ്ട് അങ്ങനെയാണ് വിളിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ശരി, അല്ലാഹുവേ എന്ന് വിളിച്ചിട്ട് ആദ്യം തന്നെ പറയുന്നത് ജന്നിബ്നി എന്നാണ്. ജന്നിബ്നി, എന്നെ അകറ്റണമേ എന്നാണ്. ഭാഷയിൽ ജന്നബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജന്നിബ്നി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇജ്അൽനി ഫി ജാനിബിൻ വഹിയ ഫി ജാനിബ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്നും അകറ്റണമേ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്നെ ഒരു ജാനിബിലും ഒരു ഭാഗത്തും, ആ അകറ്റപ്പെടേണ്ട കാര്യത്തെ മറ്റേ ഭാഗത്തേക്കും ആക്കണമേ എന്നാണ്. അടുത്തുപോലും ആക്കരുതേ എന്നാണ്. ചെറിയ ദൂരത്തിലേക്ക് അതിനെ മാറ്റണം എന്നല്ല പറയുന്നത്. അല്ലാഹുമ്മ ജന്നിബ്നി എന്ന് പറഞ്ഞാൽ എന്നെ ഒരു ജാനിബിലും, എന്നെ ഒരു വശത്തും അതിനെ മറ്റൊരു വശത്തും അത്രയും അകറ്റണം. നമ്മൾ ദുആഉൽ ഇസ്തിഫ്താഹിൽ അതേപോലെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബാഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും നീ അകറ്റിയതുപോലെ അല്ലാഹുവേ നീ എന്നെയും എൻ്റെ പാപങ്ങളെയും നീ അകറ്റണമേ. അഥവാ ഞാൻ പാപങ്ങളുടെ ഭാഗത്തെ റബ്ബെ എന്നെ നീ കൊണ്ടാക്കരുത്. പാപം ചെയ്യുന്ന ഒരു അവസ്ഥയിലും നീ എന്നെ ആക്കരുത്. അതിൽ നിന്ന് വളരെയധികം അകറ്റണം. അതേപോലെയുള്ള ഒരു പ്രയോഗമാണ് ജന്നിബ്നി എന്ന് പറഞ്ഞാൽ. ജന്നിബ്നി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയോഗം അങ്ങനെയാണ്. എന്നെ അകറ്റണം, വളരെ വിദൂരമായി എന്നെ അകറ്റണം, അതിനോട് അടുക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അല്ലാഹുമ്മ ജന്നിബ്നി എന്നാണ് പറയുന്നത്. ഇജ്അൽനി ഫി ജാനിബ് വഹിയ ഫി ജാനിബ്, അത് മറ്റൊരു വശത്ത് ഞാനൊരു വശത്ത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുബാഅദ്, അകൽച്ചയുണ്ടാകണം എന്നാണ് പറയുന്നത്. എന്തിൽ നിന്നൊക്കെയാണ് എന്നെ അകറ്റേണ്ടത്? എന്തൊക്കെ കാര്യത്തിൽ നിന്നാണ്? ഒന്ന്, മുൻകറാത്തുൽ അഖ്ലാഖ്. മുൻകറാത്തു അൽ അഖ്ലാഖ്, മോശം വിശേഷണം, മോശം സ്വഭാവ ഗുണങ്ങളിൽ നിന്നും. അൽ അഖ്ലാഖുൽ മുൻകറ, മോശം സ്വഭാവങ്ങളിൽ നിന്നും റബ്ബെ നീ എന്നെ അകറ്റണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഹദീസിന്റെ ബാബിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഒരുപാട് മോശപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഒരുപാട് വൃത്തികെട്ട സംസാരങ്ങളും അതുപോലെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, ഇങ്ങനെ ഒരുപാട് മോശപ്പെട്ട സ്വഭാവങ്ങൾ നമ്മൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും വരുന്നുണ്ട്. എല്ലാം ഇതിൽ ഉൾക്കൊണ്ടു എന്നാണ്. എന്തൊക്കെ മോശം സ്വഭാവങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടോ അങ്ങനെയുള്ള ഒരു സ്വഭാവങ്ങളും റബ്ബെ നീ എന്നിൽ ബാക്കിയാക്കരുത്, എന്നെ വളരെ അകറ്റണം. അങ്ങനെ മോശപ്പെട്ട ആളുകളെ പരിഹസിക്കുന്ന, ആളുകളെ കൊച്ചാക്കി കാണുന്ന കിബിർ, അഹങ്കാരം, ഇതൊക്കെ മോശപ്പെട്ട സ്വഭാവങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള എന്തെല്ലാം മോശപ്പെട്ട ഗുണങ്ങളുണ്ടോ റബ്ബെ അതിൽ നിന്നെല്ലാം നീ എന്നെ അകറ്റണം. അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തുൽ അഖ്ലാഖ്. ഇത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ സ്വഭാവ ഗുണം നന്നാക്കുക എന്ന് പറയുന്നത് ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാളെ തുലാസിൽ ഈമാനിനോടൊപ്പം ഏറ്റവും ഭാരമുണ്ടാകുക നല്ല സൽസ്വഭാവമാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഒരാൾക്ക് അമലുകൾ വളരെ കുറവായിരിക്കും, പക്ഷേ നല്ല സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് ആ കുറഞ്ഞ അമലുകൾ അത് കനത്ത ഭാരമുള്ളതായി തീരും. എന്നാൽ ഒരാൾക്ക് ഒരുപാട് അമലുകൾ ഉണ്ടാകും, പക്ഷെ മോശപ്പെട്ട സ്വഭാവങ്ങൾ കാരണത്താൽ, മോശപ്പെട്ട സംസാരങ്ങൾ കാരണത്താൽ ആ അമലുകൾക്കെല്ലാം ഭാരമില്ലാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ നാളെ മീസാനിൽ ഏറ്റവും കൂടുതൽ തൂങ്ങുന്ന ഒരു കാര്യം സൽസ്വഭാവമാണ്. അപ്പോൾ ആ സൽസ്വഭാവത്തിന് കേടുവരുത്തുന്ന കാര്യമാണ് മോശപ്പെട്ട സ്വഭാവം നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളത്. അതുകൊണ്ട് ജന്നിബ്നി മുൻകറാത്തുൽ അഖ്ലാഖ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു താല്പര്യമാണ് എനിക്ക് സൽസ്വഭാവങ്ങളിൽ എന്നിൽ ഉണ്ടാക്കണം എന്നുള്ളത്. മോശപ്പെട്ട ഗുണങ്ങൾ എന്നിൽ നിന്നും പോയാൽ പിന്നീട് എനിക്ക് ബാക്കിയുണ്ടാവുക സൽസ്വഭാവങ്ങളാണ്. അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തി അൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവ ഗുണങ്ങളിൽ നിന്ന് റബ്ബെ നീ എന്നെ അകറ്റണം. വൽ അഅമാൽ എന്ന് പറഞ്ഞാൽ മുൻകറാത്തുൽ അഅമാൽ, മോശപ്പെട്ട പ്രവർത്തനങ്ങളും എന്നിലുണ്ടാകാൻ പാടില്ല. പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ആളുകൾ ദുൽമകൾ പല രൂപത്തിൽ ചെയ്യും. അന്യായമായി മറ്റൊരാളെ പോയി അടിക്കുക, കൊല്ലുക, ബുദ്ധിമുട്ടിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് തിന്മകളുണ്ട്. മനുഷ്യരോട് ചെയ്യുന്ന തിന്മകളുണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചെയ്യുന്ന
തിന്മകളുണ്ട്. ഈ പറയുന്ന എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ അമലുകളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണം, എന്നെ അകറ്റണം എന്നാണ് പറയുന്നത്. അതുപോലെ വൽ അഹ്വ, ഇവിടെ അമാൽ എന്ന് പറഞ്ഞാൽ അമലിന്റെ ബഹുവചനമാണ്. വൽ അഹ്വ, ഹവ എന്നുള്ള വാക്കിന്റെ ബഹുവചനമാണ് അൽ അഹ്വ. ഹവ എന്നുള്ള വാക്ക് നിരുപാധികമായി തെറ്റായൊരർത്ഥം അല്ല. ഹവ എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് ഇച്ഛിക്കുക, ഒരു കാര്യം ഉദ്ദേശിക്കുക എന്നാണ്. ഹവൈതു കെദ എന്ന് പറഞ്ഞാൽ അറത്തുഹു, ഞാനൊരു കാര്യം ഉദ്ദേശിച്ചു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നത് അൽ അഹ്വാ ഉൽ മുദില്ല, നമ്മളെ വഴിപേപ്പിക്കുന്ന ദേഹേച്ഛകളാണ്. വഴിപേപ്പിക്കുന്ന ദേഹേച്ഛകളിൽ നിന്നും എന്നെ അകറ്റണമേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. ഒരുപാട് ദേഹേച്ഛകൾ ഉണ്ടാകും. ആ ഇച്ഛകളെ നമ്മൾ പിൻപറ്റി കഴിഞ്ഞാൽ നമ്മൾ വഴിപേച്ചു പോകും. അങ്ങനെയുള്ള ദേഹേച്ഛകളിൽ നിന്ന് നീ എന്നെ അകറ്റണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതും നമ്മൾ ഏറെ ആവശ്യം ഉള്ള കാര്യമാണ്. സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും, ശരിയായ വഴിയിൽ നിന്നും തെറ്റിപ്പോകുന്നത് ഇത്തരം ദേഹേച്ഛകളെ പിൻപറ്റുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വൽ അദ്വ, അതുപോലെ തന്നെ മുൻകറാത്തുൽ അദ്വ, മോശപ്പെട്ട രോഗങ്ങൾ എന്നാണ് പറയുന്നത്. രോഗങ്ങൾ സാധാരണ എല്ലാവർക്കും ബാധിക്കുന്ന പല രോഗങ്ങളും ഉണ്ടാകും. അത് അല്ല, വളരെ അപൂർവമായി ബാധിക്കുന്ന, എന്നാൽ ബാധിച്ചാൽ തന്നെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പ്രത്യേകം തേടുന്നത്. അപ്പം ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് സമൂഹത്തിൽ വളരെയധികം പ്രചരിക്കുന്ന വളരെ മാരകമായ എല്ലാ രോഗങ്ങളും നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം. അങ്ങനെയുള്ള ഒരു രോഗവും നമ്മൾ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൽ ഉദ്ദേശിക്കാം. അങ്ങനെയുള്ള ഒരു മോശപ്പെട്ട രോഗങ്ങളും റബ്ബേ നീ എനിക്ക് നൽകരുതേ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങൾ, ഇത് ശരിക്കും ഹിഫ്ലാക്കണം. അല്ലാഹുമ്മ ജന്നിബ്നി, അള്ളാഹുവെ നീ എന്നെ അകറ്റണമേ, മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും, വൽ അഅമാൽ, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും, വൽ അഹ്വാ, വഴിപേപ്പിക്കുന്ന മോശപ്പെട്ട ദേഹേച്ഛകളിൽ നിന്നും, വൽ അദ്വാ, മോശപ്പെട്ട രോഗങ്ങളിൽ നിന്നും റബ്ബേ നീ എനിക്ക് എന്നെ അകറ്റണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അഖ്റജഹു തിർമിദി, ഇമാം തിർമിദിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ ഹദീസിൽ നിന്നുള്ള ചില ഫായിദകൾ: ഒന്ന്, അന്ന റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം ബശറുൻ മുഫ്തഖിറുൻ ഇലാ റബ്ബിഹി അസ്സ വജൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായ ഒരു മനുഷ്യനാണ്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുലേക്ക് ആവശ്യക്കാരനായ മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പറയും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇകഴ്ത്തുന്നവരാണ്, നിങ്ങൾക്ക് ബഹുമാനമില്ല എന്നുള്ളതല്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള ബഹുമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവിടത്തെ കുറിച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദറജയെ ഉലൂഹിയത്തിന്റെ പദവിയിലേക്ക് കൊണ്ടെത്തുക, അവിടത്തോട് പ്രാർത്ഥിക്കുക, അവിടത്തേക്ക് എല്ലാം അറിയുന്നു എന്ന് അവിടത്തെ കുറിച്ച് പുകഴ്ത്തി പറയുക. ഇതൊന്നും അവിടുത്തെ ബഹുമാനിക്കലും ആദരിക്കലുമല്ല, അനാദരിക്കലാണ്, നബിയെ നിന്ദിക്കലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും, വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാം, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്നവരാണവർ. ലൗഹുൽ മഹ്ഫൂദിലുള്ള അറിവ് മുഴുവൻ അവിടത്തേക്കുണ്ട് തുടങ്ങിയ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ നിന്ദിക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകളെ, സാധുക്കളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ള കാര്യത്തിൽ പോലും വലിയ പിഴവുണ്ട്. അവർക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ എന്താണ്, എങ്ങനെയാണെന്ന് പോലും മനസ്സിലായിട്ടില്ല. അവർ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്, വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. റസൂലുള്ളാഹ് അത്രയും വലിയ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന് മാത്രമുള്ള പല വിശേഷണങ്ങളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തെളിവുകൾ മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അറിവുകൾ മാത്രമേ അവിടുന്ന് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. സ്വന്തമായിട്ടൊരു ഗൈബും അവിടത്തേക്ക് അറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളതാണ്, ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ അത് പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്കും മുഫ്തഖിറായ, ആവശ്യക്കാരനായ ഒരു ബശർ മാത്രമാണ്, മനുഷ്യൻ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാനുള്ള, തെളിവായി പറയാനുള്ള കാരണം അവിടുന്ന് ഇത് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അവിടുന്ന് എപ്പോഴും റബ്ബിനോട് ഇത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുമ്മ ജന്നിബ്നി മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായത് കൊണ്ടാണ്. മോശപ്പെട്ട സ്വഭാവങ്ങൾ അവിടത്തേക്ക് ഇല്ലാതിരിക്കാൻ, രോഗങ്ങൾ അവിടത്തേക്ക് ബാധിക്കാതിരിക്കാൻ, അതുപോലെ തന്നെ വഴിപേപ്പിക്കുന്ന ദേഹേച്ഛകൾ കാരണം പിഴച്ചു പോകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്.
നമ്മേക്കാൾ കൂടുതൽ റബ്ബിലേക്ക് പ്രാർത്ഥന കൊണ്ടും അദ്കാറുകൾ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവിടുന്ന് അള്ളാഹുലേക്ക് ആവശ്യക്കാരനാണ്. അള്ളാഹുലേക്ക് ആവശ്യക്കാരനല്ലാത്ത ഒരു പടപ്പും സഹോദരങ്ങളെ ദുനിയാവിലില്ല. ആ രൂപത്തിൽ റബ്ബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മനസ്സിലാക്കണം. അവിടുന്ന് അബ്ദാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്. അവിടുന്ന് അള്ളാഹുലേക്ക് ആവശ്യക്കാരനായിട്ടുള്ള, സദാ റബ്ബിന്റെ സഹായം ആവശ്യക്കാരനായിട്ടുള്ള അടിമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ ഫായിദ അതാണ്. അന്നൽ അഖ്ലാഖ തൻഖസിമു ഇലാ മുൻകരിൻ വ മഅറൂഫ്. സ്വഭാവം രണ്ടായി വിഭജിക്കാം. ഒന്ന് മുൻകറാണ്, മോശപ്പെട്ടതാണ്. രണ്ട് മഅറൂഫാണ്, നല്ല സ്വഭാവമുണ്ട്. അപ്പോൾ ആ നല്ല സ്വഭാവം നമുക്ക് ലഭിക്കാനും മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ചോദിക്കുകയും അതിൽ നമ്മെ അകറ്റാനുമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ മറ്റൊരു ഫായിദ, ഹിർസു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ബുഅദി അൻ മുൻകറാത്തിൽ അഖ്ലാഖ്. മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ താല്പര്യം കാണിച്ചിരുന്നു. അതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പം അതിൽ നമുക്ക് മാതൃകയുണ്ട്, നമ്മളും അതിന് താല്പര്യം കാണിക്കണം. മറ്റൊരു ഫായിദ, സുആലുല്ലാഹി അസ്സ വജൽ അൻ യുജന്നിബൽ അബ്ദു മുൻകറാത്തൽ അഅമാൽ. മോശപ്പെട്ട സ്വഭാവങ്ങളിൽ തന്നിൽ ഇല്ലാതിരിക്കാൻ ഒരു മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കണം. മോശപ്പെട്ട അമലുകൾ എന്ന് പറയുമ്പോൾ അത് രണ്ട് രൂപത്തിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അല്ല അമാലു തഅബ്ബുദിയ്യ, ഇബാദത്ത് ഉദ്ദേശിച്ച് ചെയ്യുന്ന ചില മോശപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ശിർക്ക് കലർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ. ആളുകളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, മറ്റാരുടെയെങ്കിലും പ്രശംസകളും പുകഴ്ത്തലുകളും കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ചെയ്യുന്നത് മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത, റബ്ബിലേക്ക് ഉയരാത്ത പ്രവർത്തനങ്ങളാണ്. അത് എന്നിൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതും മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് മോശപ്പെട്ട മോഷണം, വ്യഭിചാരം, അതുപോലെ തന്നെയുള്ള ലഹരികൾ, ഇങ്ങനെയുള്ള എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും റബ്ബെ നീ എന്നെ അകറ്റണം എന്നുള്ളതും ഈ തേട്ടത്തിലുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങൾ, ജനങ്ങൾക്കിടയിൽ പൊതുവെ ഒരു കാര്യം ചെയ്യുന്നത് മോശപ്പെട്ടതാണ്, അത് ലജ്ജയില്ലാത്ത വൃത്തികെട്ട ആളുകൾ മാത്രമാണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ അങ്ങനെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരാൾ മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു ഫായിദ, അന്നൽ അഹ്വാ നൗആൻ മുൻകറുൻ വ മഅറൂഫ്. അതുപോലെ തന്നെ അഹ്വാകൾ, ഹവ, ദേഹേച്ഛ എന്ന് പറയുന്നത് ദേഹം ഇച്ഛിക്കുന്നതും രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് മുൻകറും ഉണ്ട്, മഅറൂഫുണ്ട്, നല്ലത്. അതുപോലെ തന്നെ മോശപ്പെട്ടതുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് കൊണ്ടുവന്ന സുന്നത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ നമ്മുടെ ദേഹേച്ഛ മാറിക്കഴിഞ്ഞാൽ അത് മഅറൂഫാണ്. എന്നാൽ അതിനോടെതിരായിക്കൊണ്ട് നമ്മുടെ ഇച്ഛകൾ മാറിക്കഴിഞ്ഞാൽ അത് മുൻകറാണ്, അത് മോശപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവസാനത്തേത്, ജവാസു സുആലിൽ മർഇ അല്ലാ യുസീബഹുല്ലാഹു തആല ബിമറദിൻ മുൻകർ. മോശപ്പെട്ട ഒരു രോഗം തനിക്ക് ബാധിക്കാതിരിക്കാൻ അള്ളാഹുവിനോട് തേടൽ അനുവദനീയമാണ്. അതൊരിക്കലും തവക്കുലിനെതിരല്ല. റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. രോഗം വരുന്നതിന് മുമ്പ് അത് വരല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. രോഗം വരുന്നതിന് മുമ്പ്. ഇനി വന്നു കഴിഞ്ഞാൽ അതിന് ഷിഫ ഉണ്ടാകാനും പ്രാർത്ഥിക്കണം. അതൊരിക്കലും സുന്നത്തിനെതിരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച് കാണിച്ചു തന്നതാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ ഖദറിനോടുള്ള ഒരു വിയോജിപ്പോ അതൃപ്തിയോ ഒന്നുമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം നമുക്ക് നിശ്ചയിച്ചാൽ അത് എന്നിൽ നിന്ന് നീങ്ങണമേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു തന്നെ നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പിന്നിൽ അവൻ്റെ ഹിക്മത്തുണ്ട്. ഒരു രോഗം തരുന്നു, പ്രയാസം തരുന്നു. അങ്ങനെ നമ്മൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുന്നു, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അതിലൂടെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും അങ്ങനെ നമ്മളെ റബ്ബിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങളും ദറജകളും വർദ്ധിപ്പിച്ചു തരികയും ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ റബ്ബിന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. അപ്പം അള്ളാഹു തന്നെയാണ് പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ നമുക്ക് ഉദ്ദേശിക്കുക. അതുകൊണ്ട് റബ്ബിനോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. അതിൽ യാതൊരു തെറ്റുമില്ല. അള്ളാഹുവിൻ്റെ ഖദറിനോട് എതിരാകുന്ന കാര്യമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും പ്രാധാന്യം ഈ ഹദീസ് വായിച്ചു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു ഉപദേശം തന്നതല്ല, മറിച്ച് അവിടുന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് സ്വഹാബി ഇതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അടുത്ത ഹദീസ്, وعن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم لا تماري أخاك ولا تمازحه ولا تعده موعدا فتخلفه أخرجه الترمذي بسند فيه ضعف. ഈ ഹദീസ് കൊടുത്തിട്ട് ഇദ്ദേഹം ആ ഹദീസിന്റെ സനദിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇമാം തിർമിദിയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തത്. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന സനദിൽ ഫീഹി ദഅഫുൻ, ദുർബലതയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദുർബലമായ ഒരു ഹദീസാണ്
ഈ ഹദീസ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ദുർബലമായ ഒരു ഹദീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? പണ്ഡിതന്മാർ ദുർബലമായ ഹദീസുകൾ ചില സമയത്ത് ഉദ്ധരിക്കാറുണ്ട്, പക്ഷെ അതിന് ചില നിബന്ധനകൾ വെക്കും. അത് വളരെ കടുത്ത ദുർബലതയുള്ള ഹദീസുകളായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഈ ഹദീസിലുണ്ടാകുന്ന ഒരു വിഷയം പുതിയതായ ഒരു ഇബാദത്തിനെ കുറിച്ചായിരിക്കുകയുമില്ല. പുതിയൊരു ഇബാദത്ത്, ഒരു ലഅഫുള്ള ദുർബലതയുള്ള ഒരു ഹദീസിൽ എന്ന സമയത്തൊരു നിസ്കാരമുണ്ട്, 2 റക്അത്ത് നിസ്കാരമുണ്ട്, ഇന്ന ദിവസം ഒരു നോമ്പുണ്ട്, ഇതൊന്നും ദുർബലമായ ഹദീസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ അനുവാദമില്ല. മറിച്ച് ശരീഅത്തിൽ നേരത്തെയുള്ള ചില നിയമങ്ങൾ, ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ നേരത്തെയുള്ള സ്ഥിരപ്പെട്ട ഹദീസുകൾക്ക് ബലം നൽകുന്ന, അതിന് പ്രോത്സാഹനം നൽകുന്ന കാര്യങ്ങളാണ് എങ്കിൽ ചില പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള നേരിയ ദുർബലതയുള്ള ഹദീസുകൾ അവർ പരിഗണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ഹദീസിന്റെ ഉള്ളിലുള്ള ഈ കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് ദീനിന്റെ പൊതു താല്പര്യത്തിനോട് യോജിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്തരം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളത് നമുക്ക് പൂർണ്ണമായി ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതല്ല. കാരണം ഹദീസിൽ ദഅഫുണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇത് മറ്റാരെങ്കിലും സഹാബിയോ താബിഇയോ ആരെങ്കിലും ഒക്കെ പറഞ്ഞതാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് കേട്ട വ്യക്തിക്ക് എവിടെയോ ഒരു ഓർമ്മ പിശകോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദാലത്തിൽ അദ്ദേഹം നല്ലൊരു വ്യക്തി അല്ലാതിരിക്കുക, സനദിലുള്ള ഏതെങ്കിലും വ്യക്തി, സ്വഹാബി കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെയുള്ള ആളാവാനോ സാധ്യതയുണ്ട്. അതാണ് ഹദീസിന്റെ സനദിൽ ദഅഫുണ്ട്, ദുർബലതയുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ആശയം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇത് ദീനുൽ ഇസ്ലാമിന്റെ പൊതു താല്പര്യത്തിനോട് യോജിക്കുന്നതും മറ്റു ഹദീസുകളോടും ആയത്തുകളോടും അതിന്റെ ആശയങ്ങളോട് യോജിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ഹദീസ് അത് ദഅഫുള്ളതാണ്, ദുർബലതയുള്ളതാണ് എന്ന് പറഞ്ഞ് വിശദീകരിക്കാതെ മാറ്റി നിർത്താറില്ല. മറിച്ച് അതിൽ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെ അവർ വിശദീകരിക്കാറുണ്ട്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ഹദീസിന് നൽകിയ വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വായിക്കുന്നത്. ലാ തുമാരി അഹാക, നീ നിന്റെ സഹോദരനോട് തർക്കിക്കരുത് എന്നാണ് പറയുന്നത്. അൽ മുമാറാത്ത്, തർക്കം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുജാദലതു ഇന്തിസാറൻ ലിന്നഫ്സ്, സ്വന്തത്തിന് സഹായിക്കുന്നതിന് വേണ്ടി, അതായത് സ്വന്തം ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തർക്കത്തിനെയാണ് മുമാറാത്ത് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പാടില്ല എന്ന് പറയുന്നത്. തർക്കം 2 രൂപത്തിലുണ്ട്. ഹക്ക് വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസാരമാണ് എങ്കിൽ, തർക്കമാണ് എങ്കിൽ അത് അനുവദനീയമായ കാര്യമാണ് അതിന്റെ നിബന്ധനകളോടുകൂടി. എന്നാൽ ഹക്ക് വിജയിക്കാതെ ഞാൻ പറയുന്നത് ശരിയാണ്, ഞാനൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, അതിനെനിക്ക് ശരിയാണെന്ന് എന്ത് ചെയ്യണം, ആളുകളെ ബോധിപ്പിക്കണം, അതിനുവേണ്ടി തർക്കിക്കുക. എന്തിനോ സ്വന്തം കാര്യത്തെ, സ്വന്തം പറഞ്ഞതിനെ, സ്വന്തം ആശയത്തെ അതിനുവേണ്ടി, അതിനെ സഹായിക്കാൻ വേണ്ടി തർക്കിക്കുക, ഇത് പാടില്ല. ഇത് ഇതിന്റെ പൊതു താല്പര്യത്തിനോട് യോജിക്കുന്ന കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലാ തുമാരി അഹാക്ക, നീ നിന്റെ സഹോദരനെ, അവന് നീ എന്ത് ചെയ്യാൻ പാടില്ല, തർക്കിക്കാൻ പാടില്ല, അവനോട് തർക്കിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ്. രണ്ടാമത് പറയുന്നു വലാ തുമാസിഹു, അവനോട് നീ തമാശ പറയരുത് എന്നാണ് ഹദീസിലുള്ളത്. പക്ഷെ നമുക്ക് മറ്റ് ഹദീസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ തമാശ പറയരുത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വളരെ വ്യക്തമാണ്. അത് അധികരിപ്പിച്ച തമാശയാണ് എന്ന് വ്യക്തമാണ്. അധികരിപ്പിച്ച തമാശ, എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അങ്ങനെ ഒരാൾക്ക് സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പാടില്ല. എന്തു പറഞ്ഞാലും തമാശയാണ്, തമാശ രൂപത്തിലേ അയാൾ സംസാരിക്കുകയുള്ളൂ. ഇത് ശരിയായൊരു സ്വഭാവമല്ല. ആളുകളുടെ ഇടയിൽ അവന്റെ ദറജ കുറയാൻ കാരണമാകും. ആളുകൾ അവനൊരു കോമാളിയായി വിലയിരുത്തും. എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ആളുകൾ അവനൊരു ഖദർ കൊടുക്കുകയില്ല, ഒരു സ്ഥാനം കൊടുക്കുകയില്ല. ഒരു കോമാളിയുടെ ലെവലിലാണ് അവനെ കാണുക. അത് ദുനിയാവിൽ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം അവസ്ഥയിൽ ഉണ്ടാകുന്ന കാര്യമാണ്. എപ്പോഴും തമാശ പറയുക, എവിടെ പോയാലും തമാശ പറയുക, ആരോടും തമാശ പറയുക, ഏതൊരു മജ്ലിസിലും തമാശ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അത് പാടില്ല എന്നാണ്. രണ്ടാമത്തത് അൽ മസാഹൽ മുഅ്ദി, ആളുകൾ ഉപദ്രവിക്കുന്ന ചില തമാശകളുണ്ട്. ആ തമാശയിലൂടെ അത് ഒരിക്കലേ പറയുന്നുള്ളൂ എങ്കിലും, വർദ്ധിപ്പിക്കുന്നില്ല എങ്കിലും, അതുകൊണ്ട് ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന തരം തമാശകൾ ഉണ്ടാകും. തമാശ ആയിരിക്കും, ചിരിയായിരിക്കും, പക്ഷെ അത് കേൾക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മാനസികമായ വലിയ ബുദ്ധിമുട്ടുകൾ, പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള തമാശകളാണ് എങ്കിൽ അതൊന്നും പാടില്ല. അങ്ങനെയുള്ള തമാശകളല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തമാശ ഇഷ്ടപ്പെട്ടിരുന്നു, ചില സമയത്ത് തമാശ പറയാറുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു സ്ത്രീ, വയസ്സായ സ്ത്രീ വന്നിട്ട് ചോദിച്ചു,
സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യം മറ്റും ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയസ്സായ സ്ത്രീകളൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർക്കൊരു പ്രയാസമായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ആയത്തോതി കേൾപ്പിക്കുകയാണുള്ളത്. ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഭൂമിയിൽ എത്ര വയസ്സുള്ള സ്ത്രീകളാണെങ്കിലും അവരെന്തായിരിക്കും? അവർ ബിക്റുകളായിട്ടായിരിക്കും മാറുക. അവൾ വയസ്സില്ലാത്ത ചെറുപ്പക്കാരികളായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വയസ്സായ സ്ത്രീകളും സ്വർഗത്തിൽ ഉണ്ടാവുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. അവിടെ കളവ് പറഞ്ഞിട്ടില്ല, മറിച്ച് തമാശ പറഞ്ഞതാണ്. അപ്പം ആ രൂപത്തിലുള്ള കളവല്ലാത്ത ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തമാശകൾ അത് അനുവദനീയമായ കാര്യമാണ്. പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ തമാശ എപ്രകാരമാണ് സംസാരത്തിൽ, അത് ഉപ്പ് എപ്രകാരമാണ് ഭക്ഷണത്തിൽ, അതുപോലെയാണ് അല്ലെ. തീരെ ഉപ്പില്ലെങ്കിൽ എന്തായിരിക്കും ഭക്ഷണത്തിന്റെ അവസ്ഥ? ഒരു രുചി ഉണ്ടാവുകയില്ല, ഒരു രുചിയില്ലാത്ത അവസ്ഥയായിരിക്കും. പക്ഷെ ഉപ്പ് അല്പം കൂടിയാൽ എന്തായിരിക്കും? ആ ഭക്ഷണം മുഴുവൻ കഴിക്കാൻ പറ്റില്ല, വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും. അതുപോലെയാണ് തമാശ. ഒരല്പമാവാം, പക്ഷെ അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അത് ആകെ അവതാളത്തിലാകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിന് നേരെ വിപരീത ഫലം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ കാര്യം ഗൗരവമല്ലാത്ത രൂപത്തിലേക്ക് പോകും. അതാണ് ഇവിടെ പാടില്ല. വലാ തുമാസിഹു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. മൂന്നാമതായി പറഞ്ഞത് വലാ തഇദ്ഹു മൗഇദൻ ഫതുഖ്ലിഫഹു. നീ അവനൊരു മൗഇദ്, ഒരു കാര്യം ഏറ്റെടുക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഏറ്റെടുക്കുക. ഞാൻ നാളെ വരാം എന്ന് പറയുന്നതായിട്ട്, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുക, ഒരു വാഗ്ദാനം നൽകുക. എന്നിട്ടോ ഫതുഖ്ലിഫഹു, നീ തന്നെ അത് ലംഘിക്കുക. അങ്ങനെയും ചെയ്യാൻ പാടില്ല അല്ലെ. ഇതും നമ്മൾ നോക്കിയാൽ ദീനിന്റെ പൊതു താല്പര്യത്തിൽ പെട്ട കാര്യമാണ്. മുനാഫിഖിന്റെ സ്വഭാവമായിട്ടാണ് പറഞ്ഞത്, അവൻ വാക്ക് പറഞ്ഞാൽ ലംഘിക്കുമെന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. നിനക്ക് പാലിക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ മാത്രം നീ നൽകിയാൽ മതി. വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പിന്നീട് അത് ലംഘിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഈ ഹദീസിൽ സഹോദരങ്ങളെ ഉള്ളത്. ഇത് മൂന്ന് കാര്യങ്ങളും അന്യായമായി ഹക്കിന് വേണ്ടിയല്ലാതെ തർക്കിക്കുന്നത് അത് പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ സംസാരത്തിൽ അധികരിപ്പിക്കുന്ന തമാശകൾ, ആളുകൾക്ക് വേദന ഉണ്ടാക്കുന്ന, ഉപദ്രവം ഉണ്ടാക്കുന്ന തമാശകൾ, അതും പാടില്ലാത്തതാണ്. മൂന്നാമത്തത് നമ്മൾ വാഗ്ദാനം നൽകിയിട്ട് അത് ലംഘിക്കുക എന്ന് പറയുന്നതും പാടില്ലാത്ത കാര്യമാണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നും നീ വിട്ടു നിൽക്കണം എന്നാണ് ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സ്വഹീഹ് അല്ലെങ്കിൽ തന്നെ ഇത് ദീനിന്റെ പൊതു താല്പര്യത്തിനോട് യോജിക്കുന്ന ഗുണങ്ങളാണ്, നമ്മളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വിശേഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ഹദീസ് وعن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم خصلتان لا يجتمعان في مؤمن البخل وسوء الخلق أخرجه الترمذي وفي سنده ضعف. ഈ ഹദീസും ഇമാം തിർമിദി ഉദ്ധരിച്ചതാണ്. അതിന്റെ സനദിൽ ദുർബലതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഹദീസിൽ എന്താണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്? ഖസ്ലത്താൻ, രണ്ട് ഗുണങ്ങൾ എന്നാണ് പറയുന്നത്. രണ്ട് സ്വഭാവ ഗുണങ്ങളാണ്. അത് ഉണ്ടാകുകയില്ല. ലാ ഇജ്തമിആൻ, അത് ഒരുമിക്കുകയില്ല. ഫി മുഅ്മിൻ, ഒരു മുഅ്മിനിൽ ഈ രണ്ട് ഗുണങ്ങൾ ഒരുമിക്കുകയില്ല. എന്തൊക്കെയാണ് ആ രണ്ട് ഗുണങ്ങൾ? ഒന്ന് അൽ ബുഖൽ, പിശുക്ക്, വ സൂഉൽ ഖുലുഖ്, രണ്ട് മോശം സ്വഭാവം. ഈ രണ്ട് ഗുണങ്ങളും ഒരു മുഅ്മിനിൽ ഒരുമിച്ചുണ്ടാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീസ് സഹീഹാണെങ്കിൽ നമ്മളത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതും സഹോദരങ്ങളെ, പിശുക്ക് എന്നുള്ളതും മോശം സ്വഭാവം എന്നുള്ളതും ഒരു മുഅ്മിന് യോജിച്ച കാര്യമേ അല്ല എന്നുള്ളത് നമ്മൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. സൂഉൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട സ്വഭാവങ്ങളെല്ലാം നമ്മൾ ഒരുപാട് ഹദീസിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ്. ബുഖുൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നിർബന്ധമായും ചെലവഴിക്കേണ്ട കാര്യത്തിൽ വീഴ്ച വരുത്തുക. അതാണ് പിശുക്ക് എന്ന് പറയുന്നത്. അയാൾക്ക് നിർബന്ധമായി ചെലവിന് കൊടുക്കേണ്ട കാര്യമുണ്ടാകും, അത് ബുഖുലാണ്, പിശുക്കാണ്. അത് കൊടുക്കാതിരുന്നാൽ പിശുക്കാണ്. അതുപോലെ അമലുകളുടെ കാര്യത്തിലും പിശുക്കുണ്ട്. ചില കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് പിശുക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ ബഖീൽ മൻ ഇദാ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. അൽ ബഖീൽ, പിശുക്കൻ ആരാണ്? മൻ ഇദാ ദുകിർതു ഇൻദഹു, അവന്റെ അടുക്കൽ എന്നെ കുറിച്ച് പരാമർശിക്കപ്പെട്ടു, മുഹമ്മദ് എന്ന് പരാമർശിക്കപ്പെട്ടു, ഫലം യുസല്ലി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഏറ്റവും കുറഞ്ഞത് അവൻ പറഞ്ഞിട്ടില്ല, സലാത്ത് ചൊല്ലിയിട്ടില്ല, അവൻ പിശുക്കനാണ്, അതും ബഖീലാണ്.
കാരണം അവൻ നിർബന്ധമായി ചെയ്യേണ്ട കാര്യത്തിൽപ്പെട്ടതാണത് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അതുപോലെ പിശുക്കൻ അതിന് വലിയ പ്രയാസമുള്ളൊരു കാര്യമല്ല. ഒരു സ്വലാത്ത് ചൊല്ലുക അവന് തന്നെ ഉപകാരമുള്ള കാര്യമാണ്. എന്നിട്ടും അതിൽ പിശുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ ബഖീലാണെന്നാണ്. അപ്പോൾ ബഖീൽ സാമ്പത്തികമായ നിലയിലുള്ള പിശുക്കന്മാരുണ്ട്, കർമ്മങ്ങളിൽ പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു ചില ആളുകൾക്ക് അവരൊരു ജാഹ് കൊണ്ട്, അവരെ ഒരു സമൂഹത്തിലുള്ള സ്ഥാനം കാരണത്താൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൽ പിശുക്ക് കാണിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കുകയില്ല. അതൊക്കെ ബഖീലാണ്, പിശുക്കിൽ പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മുഅ്മിനിൽ അത് വരികയില്ല. ലാ ഇജ്തിമഅനി ഫി മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ ഈമാനുള്ള ഒരാളിൽ ഉണ്ടാവുകയില്ല എന്നാണ്. അതായത് ബുഖുലോ സൂഉൽ ഖുലുഖോ ഒരാളിൽ ഉണ്ടായാൽ അയാൾ കാഫിറായി എന്നല്ല, അയാൾ അവിശ്വാസിയായി എന്നല്ല, മറിച്ച് പൂർണ്ണമായ ഒരു വിശ്വാസിയിൽ ഈ രണ്ട് ഗുണങ്ങൾ ഉണ്ടാവുകയില്ല. ഈ രണ്ട് ഗുണങ്ങൾ ഉണ്ടാവുകയില്ല. ഒന്നുകിൽ അവനൊരു പിശുക്കനായിരിക്കാം, അങ്ങനെ ഉണ്ടാകാം, പക്ഷെ നല്ല സ്വഭാവക്കാരനായിരിക്കും. അല്ലെങ്കിൽ അവൻ പിശുക്കനായിരിക്കുകയില്ല, പക്ഷെ സ്വഭാവം മോശമായിരിക്കും, പക്ഷെ പിശുക്കനായിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഈ രണ്ടും ഒരു പൂർണ്ണമായ വിശ്വാസിയിൽ ഈ രണ്ട് ഗുണങ്ങളും സമ്മേളിക്കുന്നത് കാണാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒന്നുണ്ടാകാം. ഒരാൾക്ക് നല്ല പൂർണ്ണമായ വിശ്വാസം സ്വീകരിച്ചാൽ ഈമാനുൽ കാമിൽ പൂർണ്ണമായ വിശ്വാസിയാണ് എങ്കിൽ ഈ രണ്ട് മോശം സ്വഭാവം അയാളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല, അത് ഒരുമിക്കുകയില്ല എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ ഹദീസിലുള്ളത്. അടുത്ത ഹദീസ് ചിലപ്പോൾ നമ്മൾ കയ്യിൽ ഉണ്ടാവില്ല, അല്ലേ? ഇല്ലല്ലോ അല്ലേ? നമുക്ക് കേൾക്കാം. ഒരു എളുപ്പമുള്ള ഹദീസാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുതസാബ്ബാനി മാ ഖാല ഫഅലൽ ബാദിഇ മാ ലം യഅ്തദിൽ മദ്ലൂം അഖ്റജഹു മുസ്ലിം. മുസ്ലിം റിവായത്ത് ചെയ്ത സ്വഹീഹായ ഹദീസാണിത്. പരസ്പരമുള്ള തെറിവിളിക്കുകൾ, സബ്ബ് നടത്തുക, ആക്ഷേപിക്കുക എന്നുള്ളത് പാടില്ല, അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നറിയിക്കുന്ന ഹദീസാണിത്. ഈ ഹദീസിൽ എന്താണ് പറഞ്ഞത്? അൽ മുതസാബ്ബാനി മാ ഖാല, രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞു. ഒരാളെ തെറി പറഞ്ഞു, തിരിച്ചയാൾ ഇങ്ങോട്ടും തെറി പറഞ്ഞു എങ്കിൽ ഇതിന്റെ കുറ്റം ആർക്കാണ്? ഫഅലൽ ബാദിഇ, ആരംഭിച്ചവനാണ് കുറ്റം. മാലം യഅ്തദിൽ മദ്ലൂം, പക്ഷെ നിബന്ധന പറഞ്ഞു, ആ ആദ്യം ചീത്ത വിളി കേട്ട വ്യക്തി, ആദ്യം ആക്രമിക്കപ്പെട്ട മദ്ലൂം, അവനാണ് ആദ്യം ചീത്ത വിളി കേട്ടത്, അവൻ വിളിച്ചിട്ടില്ല, അവൻ പരിധി വിടാത്തിടത്തോളം കാര്യം. പണ്ഡിതന്മാർ ഉദാഹരണം പറയാണ്. ഒരാൾ പറഞ്ഞു നീ ഫാസിഖാണ്, അൻത ഫാസിഖ്, നീ ഫാസിഖാണെന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചവൻ പറഞ്ഞു നീ ഫാസിഖു, നീ കാഫിറുമാണ് എന്ന് തിരിച്ചു പറഞ്ഞാലോ? അവൻ പരിധി വിട്ടു. രണ്ടാമത്തെ ആള് പരിധി വിട്ടു. അവൻ പരിധി വിടാതെ അവൻ തിരിച്ചു നീയും ഫാസിഖാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടിന്റെ കുറ്റവും വിളിച്ചവനാണ്, ആരംഭിച്ചവനാണ് എന്നാണ്. രണ്ടാമത്തവനില്ല. രണ്ടു കുറ്റവും ഏൽക്കേണ്ടി വരിക ആദ്യം ആരംഭിച്ചവനാണ് എന്നാണ് പറയുന്നത്. കാരണം അവനാണ് ഈ ചീത്ത വിളി അവിടെ ഉണ്ടാകാനുള്ള കാരണം. അവൻ വന്നിട്ടാണ് ചീത്ത ആരംഭിച്ചത്. അപ്പൊ വളരെ ഗൗരവമുള്ള കാര്യമാണ്. മറ്റുള്ള ആളുടെ പാപഭാരം കൂടി ഏൽക്കേണ്ടി വരുന്ന സംഭവങ്ങളിൽപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ളത്. മോശം സ്വഭാവം കൊണ്ട് ആരംഭിക്കുക, അതിന്റെ കാരണത്താൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുക. അതേതൊരു കാര്യം അങ്ങനെ തന്നെ. നമ്മുടെ ഒരു ഇടപെടൽ കാരണം അവിടെ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനൊക്കെ കാരണം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പം അവൻ മിണ്ടാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ പോയി അങ്ങോട്ട് അവനെ ബുദ്ധിമുട്ടിച്ച് ചീത്ത വിളിച്ചിട്ടാണ് അവൻ ഇങ്ങോട്ട് ചീത്ത വിളിച്ചത്. അപ്പം അത് എന്തായി? അതവന് കുറ്റമായി മാറി. ഇപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഫമൻ ഇഅ്തദ അലൈക്കും, ആരെങ്കിലും നിങ്ങളോട് അതിക്രമം കാണിച്ചാൽ ഫഅ്തദു അലൈഹി ബിമിസ്ലി മാ അഅ്തദ അലൈക്കും, നിങ്ങളോട് ഇങ്ങോട്ട് ചെയ്ത അക്രമത്തിന് പകരം നിങ്ങൾക്ക് ചെയ്യാം. അത് ശറയിൽ അനുവാദമുണ്ട്. പക്ഷെ ഏറ്റവും അഫ്ളൽ എന്താണ്? അവൻ വിട്ടു നൽകുക എന്നുള്ളതാണ്. ഏറ്റവും അഫ്ളൽ അത്തരം കാര്യങ്ങളിൽ നിന്നും അവൻ വിട്ടു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം? സമാനമായത് അങ്ങോട്ട് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞാൽ ഇയാൾക്ക് ആ കിട്ടുന്ന ഇളവില്ല, അയാൾക്കും കുറ്റം കിട്ടും. ആദ്യം വിളി കേട്ടവനും കുറ്റം കിട്ടും എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ അന്നഹു ലാ യംബഗി അസ്സബ്ബു ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ പരസ്പരം തെറി വിളിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. അതല്ലാതെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വിളിക്കാം എന്നുള്ള വിഷയത്തിനേക്കല്ല. മറിച്ച് തെറി വിളിക്കുന്നത് പാടില്ല, ആരംഭിക്കാനേ പാടില്ല. അപ്പോൾ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനെ ആരെങ്കിലും തെറി വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഇൻ സാബഹു അഹദുൻ ഔ ശാതമഹു ഫല്യഖുൽ ഇന്നി സായിം, അവനെ ആരെങ്കിലും തെറി വിളിച്ചാൽ, ആക്ഷേപിച്ചാൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് നോമ്പുകാരനാണ് എന്ന് പറയാൻ പറഞ്ഞത്? പണ്ഡിതന്മാർ പറഞ്ഞു, അതവൻ മറ്റവനെ ബോധിപ്പിക്കാനാണ്. എനിക്കും വേണമെങ്കിൽ ഇതേപോലെ നിന്നെ വിളിക്കാം, നീ വിളിച്ചതിന് തുല്യമായിട്ട് എനിക്കും തിരിച്ചു വിളിക്കാൻ അറിയാനിട്ടല്ല, എനിക്കതിനുള്ള കഴിവുണ്ട്.
പക്ഷേ ഞാൻ നോമ്പുകാരനായതുകൊണ്ട് എൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം കുറക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നീ മനസ്സിലാക്കണം, നോമ്പുകാരനായതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്, അല്ലാതെ എനിക്ക് ആ ശക്തിയുള്ളത് കൊണ്ടല്ല എന്നുള്ള ആ കാര്യം കൂടി അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. അന്നൽ മുത്തസബ്ബിബ് ലഹു ഇസ്മുൽ മുബാഷിർ, ആരാണോ ഒരു കാര്യത്തിന് കാരണക്കാരനായത് അയാൾക്കതിൻ്റെ കുറ്റമുണ്ട്. അതുകൊണ്ടുണ്ടായിട്ടുള്ള കുറ്റം മുഴുവനും അയാൾക്കുണ്ടാകും. ഏതൊരു വിഷയത്തിലും കാരണക്കാരൻ ആരാണോ ഉണ്ടായത് അത് വലിയ കുറ്റമാണ്. ഇത് ഒരുപാട് മേഖലകളിൽ വരുന്ന കാര്യമാണ്. വലിയ പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ. ചിലപ്പോൾ ഈ കാരണക്കാരനായ വ്യക്തി ചിലപ്പോൾ അതിൻ്റെ ചിത്രത്തിലേ ഉണ്ടാവുകയില്ല. ഇയാൾ പിന്നിൽ എവിടെയെങ്കിലൊക്കെ നിന്നിട്ട് ചരട് വലിച്ചതായിരിക്കും. അയാളുടെ കയ്യിലൊന്നും ഒരു കറയും പുരണ്ടിട്ടുണ്ടാവുകയില്ല. അയാളെ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു കോടതിക്ക് മുന്നിലും അയാളെ ഹാജരാക്കിയാൽ അയാൾക്കതിലൊരു തെളിവും കൊണ്ടുവരാൻ സാധിക്കുകയില്ല. പക്ഷെ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളുടെ പിന്നിലും ഈ വ്യക്തിയാണ് എങ്കിൽ ശരീഅത്തിന്റെ നിയമപ്രകാരം അയാൾക്കതിൻ്റെ ശിക്ഷയുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവനെ ഈ തെറ്റുകൾ ചെയ്തവനായിട്ടാണ് പരിഗണിക്കുക. കാരണം ഇവൻ കാരണമാണ് ഇത് മുഴുവൻ ഉണ്ടായിട്ടുള്ളത്, ഇവനാണ് ഇതിൻ്റെ മുഴുവൻ കാരണക്കാരനായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കുകൊണ്ട്, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് വലിയൊരു കുഴപ്പമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായാൽ പിന്നീട് എല്ലാത്തിൻ്റെയും കുറ്റം നമ്മളായിരിക്കും അതിൻ്റെ കാരണക്കാരൻ എന്നുള്ള നിലക്ക് നമ്മൾ ഏൽക്കേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഹദീസ് കൂടി നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. وعن أبي سرمة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من ضار مسلما ضاره الله ومن شاق مسلما شق الله عليه أخرجه أبو داود والترمذي وحسنه. അബൂ സുർമ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ളാറ മുസ്ലിമൻ, ആരെങ്കിലും ഒരു മുസ്ലിമിന് ളറർ ഉണ്ടാക്കിയാൽ, ഉപദ്രവം ഉണ്ടാക്കിയാൽ, ളാറഹുല്ലാഹ്, അല്ലാഹും അവന് ഉപദ്രവം ഏൽപ്പിക്കും. ദുനിയാവിലുണ്ടാകാം, ആഖിറത്തിൽ എന്തായാലും അവൻ തൗബ ചെയ്യാത്തവനാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഉപദ്രവം ഉണ്ടാക്കും. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ അല്ലാഹു അവന് നൽകുന്നതാണ്. അതുപോലെ വമൻ ഷാഖ മുസ്ലിമൻ, ആരെങ്കിലും ഒരു മുസ്ലിമിന് പ്രയാസമുണ്ടാക്കുന്ന, ഇടുക്കമുണ്ടാക്കുന്ന, ഞെരുക്കമുണ്ടാക്കുന്ന കാര്യമുണ്ടാക്കി കഴിഞ്ഞാൽ ഷഖല്ലാഹു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല സമാനമായ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ നൽകും. ഈ ഹദീസിൽ മനസ്സിലാക്കേണ്ട കാര്യം അത്തഹ്ദീറു മിൻ ഹാദൈനി അൽ ഖുലുഖൈൻ, ഒരു മുസ്ലിം ഈ രണ്ട് മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം. മദാറത്തുൽ മുസ്ലിം, ഒരു മുസ്ലിമിന് ഉപദ്രവം ഉണ്ടാക്കുക എന്നുള്ളതും അതുപോലെ അവന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും സൃഷ്ടിക്കുക എന്നുള്ളതിൽ നിന്നും വിട്ടു നിൽക്കണം. നമ്മളെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒരാൾക്കൊരു ദറർ, ശാരീരികമായിട്ടും മുറിവേൽപ്പിക്കാൻ പാടില്ല, മാനസികമായിട്ടും മുറിവേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം ഉപദ്രവിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു അതിന് പകരമായിട്ട് ശിക്ഷിക്കുമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം അള്ളാഹു മുസ്ലിമിന്റെ അഭിമാനത്തിനും രക്തത്തിനും ഒക്കെ പവിത്രത നൽകിയിട്ടുണ്ട്. അവന്റെ അഭിമാനത്തിനും രക്തത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ പവിത്രതയാണ് നൽകിയിട്ടുള്ളത്. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈ നാട്, ഈ മക്ക, അതുപോലെ ഈ ദിവസം, ഈ മാസം ഹജ്ജിന്റെ മാസത്തിലാണുള്ളത്, അറഫ ദിവസത്തിലാണ്, ഇതെല്ലാം പവിത്രമായതാണ്. ഇതുപോലെ പവിത്രമാണ് മുസ്ലിമിന്റെ രക്തവും സമ്പത്തും അഭിമാനവും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് നിസ്സാരമായ കാര്യമല്ല. കാരണം അല്ലാഹു തആല അവനിൽ വിശ്വസിച്ച ഒരു മുവഹിദിന്, ഒരു മുസ്ലിമിനെ വലിയ വിലയാണ് നൽകുന്നത്. നമുക്കുള്ളത് പോലെയല്ല. അല്ലാഹു തആല അവനിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു മുസ്ലിമിന് വലിയ വില നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു ആ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഇർളിന്, അഭിമാനത്തിന് പോലും ഒരു ദോഷമുണ്ടാകുന്ന അവന് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ദീനിൽ ആ നിലക്ക് അല്ലാഹു തആല ഹറാമാക്കിയത്. ഗീബത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം മുസ്ലിമിന്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാവുകയാണ്. അവന്റെ അഭിമാനത്തിന് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ചെറുക്കുകയാണ്. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ സ്വീകരിച്ച, വിശ്വസിച്ച ആളുകൾക്ക് അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? സംരക്ഷണം നൽകുന്നു. അവന്റെ സമ്പത്തിനും അഭിമാനത്തിനും അവന്റെ കുടുംബത്തിനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അതിനെ ചെറുക്കുകയാണ്. അല്ലാഹു തആല അതിൽ നിന്നും അവരെ സംരക്ഷണം കൊടുക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മശഖത്ത് ഉണ്ടാക്കുക, പ്രയാസമുണ്ടാക്കുക, പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങളും മറ്റുമാനങ്ങളും ഒക്കെ വഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കീഴിലുള്ള ആളുകൾക്ക് ഒരു നിലക്കുള്ള പ്രയാസങ്ങളും ഇല്ലാതെ അവർക്ക് എളുപ്പം നൽകാൻ നമ്മളെപ്പോഴും ഉദ്ദേശിക്കണം, എപ്പോഴും
ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ എളുപ്പം നൽകുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും എളുപ്പം നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വമൻ യസ്സറ അലാ മുഅ്സിറിൻ, ഞെരുക്കമുള്ള ഒരാൾക്ക് ആരെങ്കിലും എളുപ്പം നൽകിയാൽ യസ്സറഹുല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എളുപ്പം നൽകും എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രണ്ട് ദുർഗുണങ്ങൾ, ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുക, ഞെരുക്കമുണ്ടാക്കുക, പ്രയാസമുണ്ടാക്കുക പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളിലേക്ക് നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. എല്ലാവിധ മോശപ്പെട്ട ദുർഗുണങ്ങളിൽ നിന്നും നമ്മെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജന്നിബ്നാ മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു